ദേശീയപാതയോരത്തെ മദ്യശാലകൾ പൂട്ടണമെന്ന ഉത്തരവ് ബാറുകൾക്കും ബാധകമെന്ന് സുപ്രീം കോടതി. സ്റ്റാർ ഹോട്ടലുകളിലെ മദ്യശാലകൾക്കും വിധി ബാധകമാണെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി മനു, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കേരളത്തിലേതടക്കം ഉള്ള സാഹചര്യങ്ങളിൽ ചില സംശയങ്ങൾ ആദ്യ വിധിയിലുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആയിക്കൊണ്ട് ആണ് പുതിയ വിധിയെത്തുന്നത്. ബാറുകൾക്കും ബീർ വൈൻ പാർലറുകൾക്കും ഇത് ബാധകമാകുന്നു. തീർച്ചയായും വളരെ കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ഡിസംബർ 15-ന് സുപ്രീം കോടതി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്നും മദ്യം കഴിക്കുന്നതിന് പ്രചോദനമാകുന്ന പരസ്യ ബോർഡുകളെല്ലാം എടുത്തുമാറ്റണമെന്നും ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിൽ വ്യക്തത ഇല്ലായിരുന്നു എന്നാണ് ബാർ ഉടമകളും അതോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ മദ്യശാലകൾ എന്നതിൽ ബിയർ വൈൻ പാർലറുകൾ, ബാർ ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, കള്ള് ഷാപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുമോ എന്ന സംശയമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത തേടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മദ്യശാലകൾ എന്നാൽ മദ്യം ലഭ്യമാകുന്ന എല്ലായിടങ്ങളും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനാൽ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ 500 മീറ്ററിനകത്തുള്ള എല്ലാ ബിവ്കോ ഔട്ട്ലെറ്റുകളും, ബിവറേജസ് കോർപ്പറേഷന്റെ എല്ലാ ഔട്ട്ലെറ്റുകളും, അതോടൊപ്പം ബാറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, കള്ള് ഷാപ്പുകൾ, മദ്യം ലഭ്യമാകുന്ന ക്ലബ്ബുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടണം എന്നത് തന്നെയാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ തന്നെ വ്യക്തമാക്കി. ഇത് കൂടാതെ ഈ മാർച്ച് 31-ന് ശേഷവും നിലവിൽ ലൈസൻസ് ഉള്ള ബാറുകൾക്ക് സെപ്റ്റംബർ 30 വരെ ഈ മാറ്റി സ്ഥാപിക്കുന്നതിനോ അടച്ചുപൂട്ടുന്നതിനോ കാലാവധി നീട്ടി നൽകുന്നുവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 20,000-ൽ താഴെ ജനസംഖ്യയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ പ്രദേശങ്ങളിൽ നിലവിൽ ഈ 500 മീറ്റർ എന്നത് 220 മീറ്റർ ആക്കിയും സുപ്രീം കോടതി കുറച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ബാറുകൾക്കെല്ലാം ലൈസൻസ് ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ബിവ്കോ ഔട്ട്ലെറ്റുകളും അതോടൊപ്പം ബാറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഈ ലൈസൻസ് തീരുന്ന മുറയ്ക്ക് ഇന്ന് അർദ്ധരാത്രി തന്നെ പൂട്ടുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ടതോ ആയി വരും. മറ്റു ചില സംസ്ഥാനങ്ങളിൽ, മേഘാലയ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ ലൈസൻസ് നീട്ടി നൽകിയിരുന്നു. അവിടുത്തെ ഹോട്ടലുകൾക്ക് മാത്രം സെപ്റ്റംബർ 30 വരെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യവുമാണ് ഉരുത്തിരിയുന്നത്. അതിനാൽ തന്നെ ഇനി ബിവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാകും സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അജിംഷാ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ സംസ്ഥാന പാതയോരത്തെ ബാറുകളും പൂട്ടണമെന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി എക്സൈസ് മന്ത്രി G. സുധാകരൻ. സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാതയോരത്തെ ബാറുകളും ബീർ വൈൻ പാർലറുകളും അടച്ചുപൂട്ടുന്നത് സർക്കാരിനെ പ്രത്യക്ഷമായി ബാധിക്കുന്ന വിഷയം അല്ലെന്നും മന്ത്രി G. സുധാകരൻ വ്യക്തമാക്കി. വിധി അംഗീകരിച്ചല്ലേ പറ്റൂ. ഇപ്പം ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കോടതി സാങ്ഷൻ ചെയ്തു, അതായത് കാലാവധി നീട്ടിത്തരണം. അതാണ് നമ്മുടെ പ്രധാന അത് തന്നു. അപ്പോൾ അതോടൊപ്പം ബാറുകളുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ബാറുകളുടെ കാര്യം പറയാതിരുന്നത് കൊണ്ടാണ് നമ്മൾ നേരിട്ടൊന്നും ചെയ്യാതെ അറ്റോർണി ജനറലിൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വിധിയിൽ ബാറുകൾ ഉൾപ്പെടുന്നില്ല. നമ്മളപ്പോൾ അത് ഒന്നും ചെയ്തില്ല, അത്രയേ ഉള്ളൂ. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരായ ഹണി ട്രാപ്പ് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തു. മംഗളം ചാനൽ CEO അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഗൂഢാലോചന, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ദുരുപയോഗം, IT നിയമലംഘനം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മുൻ മന്ത്രിയായ AK ശശീന്ദ്രനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. മംഗളം ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് മന്ത്രിയെ കുടുക്കിയതെന്ന് ചാനൽ മേധാവി തന്നെ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്താകും പോലീസ് അന്വേഷണം പുരോഗമിക്കുക. ഹണി ട്രാപ്പിൽ പങ്കാളിയായ മാധ്യമപ്രവർത്തകയും കേസിൽ പ്രതിയാകും. എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വിവാദ ഫോൺ വിളിക്ക് പിന്നാലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനാകും അന്വേഷണ സംഘത്തിന്റെ പ്രഥമ പരിഗണന. IT നിയമം അനുസരിച്ചുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വ്യാജരേഖ ചമയ്ക്കൽ, ദൃശ്യമാധ്യമത്തിന്റെ ദുരുപയോഗം എന്നിവ ഉണ്ടായതായാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പോലീസിനും മുഖ്യമന്ത്രിക്കുമായി 10ഓളം പരാതികളാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ IG ദിനേശ് കശ്യപിന്റെ മേൽനോട്ടത്തിലും DYSP ബിജുമോന്റെ നേതൃത്വത്തിലുമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹണി ട്രാപ്പ് വിവാദത്തിൽ മംഗളം ടെലിവിഷൻ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധ മാർച്ചുമായി വനിതാ മാധ്യമപ്രവർത്തകർ. കേരളത്തിലെ സ്ത്രീകളായ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ഒന്നടങ്കം അപമാനിച്ചതിനെതിരെയുമായിരുന്നു പ്രതിഷേധം. മുതിർന്ന മാധ്യമപ്രവർത്തക ഗീത നസീർ, സരിത വർമ്മ, ഗീത ബക്ഷി തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. ഈ മാധ്യമത്തിൽ നിന്ന് പുറത്തു പോകാൻ കൃത്യമായി തന്നെ പറയേണ്ട പേരായിരിക്കും എന്റേത്. ഞാൻ കേൾക്കേണ്ടി വന്നത് വളരെ വികാരഭരിതമായി വലുതായതും ഈ ബ്രാൻഡ് ഇവിടം വരെ എത്തിയ പേര്. NCP നേതാവും കുട്ടനാട് MLA-യുമായ തോമസ് ചാണ്ടി LDF മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയാകും. നാളെ വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ തോമസ് ചാണ്ടി ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റെടുക്കും. ഗതാഗത മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് തോമസ് ചാണ്ടി മന്ത്രിയാകുന്നത്. ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. തുടർന്ന് ചേർന്ന NCP നേതൃയോഗം തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. NCPയുടെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് ഉഴൂർ വിജയൻ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിച്ചു. തുടർന്ന് നടന്ന LDF യോഗം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അന്തിമ തീരുമാനവും കൈക്കൊണ്ടു. ഭാരിച്ച ഉത്തരവാദിത്വമാണ് മുന്നിലുള്ളതെന്നും KSRTCയെ ലാഭത്തിലാക്കുമെന്നും നിയുക്ത മന്ത്രി തോമസ് ചാണ്ടി പറഞ്ഞു. വലിയ സന്തോഷം തോന്നുന്നില്ല. കാരണം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. വളരെ വർഷങ്ങളായി നഷ്ടത്തിലോടുന്ന നൂറുകണക്കിന് വണ്ടികൾ കട്ടപ്പുറത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജീവൻ വെപ്പിച്ച് ലാഭത്തിലാക്കി കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം അത്ര ചെറുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാരിച്ച ഉത്തരവാദിത്വമാണ്. വെട്ടിക്കാട്ട് കളത്തിപ്പറമ്പിൽ VC തോമസിന്റെയും ഏലിയാമ്മയുടെയും മകനായി 1947 ഓഗസ്റ്റ് 29 ചേന്നങ്കരിയിലാണ് ജനനം. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന തോമസ് ചാണ്ടി സാമൂഹിക, കാർഷിക, ടൂറിസം വ്യവസായ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച തോമസ് ചാണ്ടി K കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. 3 തവണ നിയമസഭാ അംഗമായി അദ്ദേഹം കുട്ടനാട്ടുകാരുടെ ജനപ്രിയ MLA കൂടിയാണ്. വിവാദങ്ങൾക്കിടയിലും ശശീന്ദ്രൻ രാജിവെച്ച് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വലിയ വെല്ലുവിളികളാണ് തോമസ് ചാണ്ടിയെ കാത്തിരിക്കുന്നത്. കുട്ടനാട് ചേന്നങ്കരി വെട്ടിക്കാട്ട് കളത്തിപ്പറമ്പിൽ VC തോമസിന്റെയും ഏലിയാമ്മയുടെയും മകൻ തോമസ് ചാണ്ടി എന്ന കുട്ടനാട്ടുകാരൻ യൂത്ത് കോൺഗ്രസിന്റെ കളരിയിൽ നിന്നാണ് രാഷ്ട്രീയം പഠിച്ചത്. 40 വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പറിച്ചുനട്ടെങ്കിലും അവിടെയും ഇതിന്റെ ഭാഗമായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുമ്പോൾ K കരുണാകരനുമായി ആത്മബന്ധം തുടർന്നു. കോൺഗ്രസ് വിട്ട് K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ തോമസ് ചാണ്ടി കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അങ്ങനെ 2006-ൽ DIC ടിക്കറ്റിൽ UDF പിന്തുണയോടെ തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടി കയറി. DIC NCPയിൽ ലയിച്ചപ്പോൾ തോമസ് ചാണ്ടി NCPയിലൂടെ LDFിലെത്തി. K മുരളീധരൻ NCPയിൽ നിന്ന് മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയെങ്കിലും തോമസ് ചാണ്ടിക്ക് പ്രിയം NCPയായിരുന്നു. 2011-ലെ തെരഞ്ഞെടുപ്പിൽ LDF പിന്തുണയോടെ NCP ടിക്കറ്റിൽ ജനവിധി തേടിയപ്പോഴും ജനം തോമസ് ചാണ്ടിക്കൊപ്പം നിന്നു. 2016-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുട്ടനാട്ടിൽ നിന്ന് ജനവിധി തേടിയ തോമസ് ചാണ്ടി വിജയിച്ച് നിയമസഭയുടെ പടിചവിട്ടി. മന്ത്രിസഭ രൂപീകരണ വേളയിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചെങ്കിലും നറുക്ക് AK ശശീന്ദ്രന്. അവസാനം ഫോൺ കണി വീണ് ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ മന്ത്രിക്കുപ്പായത്തിലേക്ക് വള്ളംകളി സംഘാടകൻ കൂടിയായ തോമസ് ചാണ്ടി തുഴഞ്ഞെടുത്തു. ഗൾഫിലെ വ്യവസായ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന തോമസ് ചാണ്ടി ആലപ്പുഴയിലെ ഹോട്ടൽ ശൃംഖലയുടെ അധിപൻ കൂടിയാണ്. ന്യൂസ് ഡെസ്ക്. SSLC കണക്ക് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ശുപാർശ. സ്വകാര്യ സ്ഥാപനത്തിന് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഉഷ ടൈറ്റസ് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. വാഹന ഇൻഷുറൻസ് പ്രീമിയം വർധനയും നികുതി വർധനയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. ഓട്ടോറിക്ഷ, ടാക്സി, സ്വകാര്യ ബസ്, ടെമ്പോ ട്രക്ക് തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. അതേസമയം KSRTC ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ഗുജറാത്തിൽ പശുവിനെ കൊല്ലുന്നവർക്ക് ഇനി മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ. ഇതുകൂടാതെ 50,000 രൂപ പിഴയും ഒടുക്കണം. ഗുജറാത്ത് നിയമസഭ ഇത് സംബന്ധിച്ച് നിലവിലുള്ള ഗോസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു. പശുവിനെ ഇറച്ചിക്കായി വിൽക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും പൂർണ്ണമായും നിരോധിച്ചു. പശുക്കടത്തിന് 10 വർഷം തടവും പുതിയ നിയമത്തിൽ ശുപാർശ ചെയ്യുന്നു. 2011-ൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പശുവിനെ കൊല്ലുന്നതിനും ഇറച്ചി കയറ്റുമതിക്കും നിരോധനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗുജറാത്ത് ആനിമൽ പ്രിസർവേഷൻ ആക്ട് 1954 ഭേദഗതി ചെയ്തിരുന്നു.
അന്തരീക്ഷത്തിനൊപ്പം മണ്ണിനടിയിലെ താപനില കൂടി ഉയരുന്ന പ്രതിഭാസമാണ് വയനാട്ടിൽ ഇപ്പോൾ. അന്തരീക്ഷ ഊഷ്മാവ് 35 ഡിഗ്രിയിലെത്തിയപ്പോൾ മണ്ണിനടിയിലെ ചൂട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയായി. മണ്ണിനടിയിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിലേക്കാണ് വയനാട്ടിലെ ഈ കാലാവസ്ഥാ വ്യതിയാനം എത്തി നിൽക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥയാണ് വയനാട്ടിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ കൂടിയ ചൂടിൽ 7 ഡിഗ്രിയുടെ വർധനവാണുണ്ടായത്. ഈ വർഷം മാർച്ചിൽ കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസിലെത്തി. പൊതുവെ ഈ വർഷം ചൂട് കൂടുതലാണ്. ഈ വർഷം തന്നെ മാർച്ച് 23-നാണെങ്കിൽ നമുക്ക് 35 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെട്ടു. അത് മാക്സിമം ടെമ്പറേച്ചർ. അത്ര ഇതിനു മുമ്പ് നമ്മൾ 2014 മാർച്ചിലൊരു ദിവസം ഈ 35 ഡിഗ്രി വന്നിരുന്നു. പക്ഷേ ഈ വർഷം മാർച്ചിൽ പൊതുവെ എല്ലാ മാർച്ചിലുള്ളതിനേക്കാളും ഒരു 33 എബോവ് ആണ് ഈ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. എന്നാൽ മണ്ണിനടിയിൽ ചൂട് കൂടുന്നതാണ് കാർഷിക മേഖലയ്ക്കൊപ്പം വിദഗ്ധരെയും ആശങ്കയിലാക്കുന്നത്. കാർഷിക മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്കാണ് മണ്ണിനടിയിൽ ചൂട് കൂടുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് ശരാശരിയുണ്ടായിരുന്ന ചൂടാണ് മാർച്ചിലെത്തിയപ്പോൾ തന്നെ 42 ഡിഗ്രിയിലെത്തിയത്. വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് ഇത്തവണ റെക്കോർഡിലെത്തും. ഒപ്പം മണ്ണിനടിയിലെ ചൂടിനും കാര്യമായ വർധനവുണ്ടാകും. ന്യൂസ് ബ്യൂറോ, വയനാട്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏകീകൃത പ്രവേശന പരീക്ഷയായ നീറ്റിന് അപേക്ഷിക്കാൻ പ്രായപരിധി ഇല്ലെന്ന് സുപ്രീം കോടതി. 25 വയസ്സിന് മുകളിൽ പ്രായപരിധിയുള്ളവരുടെ അപേക്ഷ നിരസിച്ച CBSE നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. ഏപ്രിൽ 5 വരെ അപേക്ഷ സമർപ്പിക്കാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഓൺലൈന് വിജ്ഞാപനം ഇറക്കണമെന്നും കോടതി CBSEക്കും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്കും നിർദ്ദേശം നൽകി. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരായ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്മൈൽ ഹോംസ് എന്ന പുതിയ ഭവന പദ്ധതിക്ക് തുടക്കമെടുത്തു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ 1000 ഭവനങ്ങളും ബംഗളൂരുവിൽ 3000 ഭവനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കമ്പനി അധികൃതർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 450 കോടി രൂപയാണ് പദ്ധതിക്കായി നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് ലോണുകൾ സമന്വയിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഹൗസിംഗ് സ്കീമുകൾ ഫലവത്താക്കാനാണ് സ്മൈൽ ഹോംസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്മൈൽ ഹോംസ് തൊഴിലവസരം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു.